LDFിൽ എന്താണ് CPIയുടെ പ്രസക്തി? ആ ചോദ്യം നാളുകളായി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് CPI തന്നെ ഇക്കാര്യം സ്വയം ചോദിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കരുതെന്ന് CPI ആവർത്തിച്ചു പറയുമ്പോൾ അതിനെ പൂർണ്ണമായും അവഗണിച്ച് CPM നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. CPIയുടെ നെഞ്ചത്ത് ഇടുത്തി പോലെയാണ് പ്രഖ്യാപനം വന്നത്. വിഷയം ചർച്ച ചെയ്യാൻ CPI അടിയന്തര സെക്രട്ടേറിയറ്റ് ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കടുത്ത തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മന്ത്രിസഭയിൽ CPIക്ക് 4 പ്രതിനിധികളാണുള്ളത്. K. രാജൻ, P. പ്രസാദ്, KR അനിൽ, പിന്നെ ചിഞ്ചുറാണി. ഈ 4 മന്ത്രിമാരെയും ക്യാബിനറ്റ് യോഗങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് തടയുകയാണ് CPI ചെയ്യാൻ പോകുന്നത്. അതിലും കടുത്ത തീരുമാനമാണെങ്കിൽ മന്ത്രിസഭയിൽ തുടരാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞ് ഈ 4 മന്ത്രിമാരെ കൊണ്ട് CPI രാജിവെപ്പിക്കാനും സാധ്യതയുണ്ട്. എന്ത് CPI എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഇത്രത്തോളം അവഗണനയും അവഹേളനവും CPI നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഗോവിന്ദന്റെ പരാമർശനത്തിന് പിന്നാലെ കേന്ദ്ര പദ്ധതിയായ PM ശ്രീയിൽ സർക്കാർ ഒപ്പുവെക്കുക കൂടി ചെയ്തതോടെ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ് CPIയും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും എന്ന് കാണാം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് ശക്തമായ എതിർപ്പ് അറിയിക്കും, മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിയോജിപ്പ് അറിയിക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കുമ്പോഴും ഏതറ്റം വരെ പോകാൻ കഴിയുമെന്ന ആശയക്കുഴപ്പം നേതൃത്വത്തിനുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ മുന്നണിയിൽ തന്നെ ഒരു പരിഗണനയുമില്ലാത്ത പാർട്ടിയായി വോട്ടർമാരെ നേരിടേണ്ടി വരുന്നത് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ടുവെന്ന വാർത്ത സത്യമാണെങ്കിൽ എന്ന ബിനോയ് വിശ്വത്തിന്റെ ആദ്യ പ്രതികരണം തന്നെ സർക്കാർ നടപടി എത്രത്തോളം CPIയെ ഞെട്ടിച്ചുവെന്നതിന്റെ നേർസാക്ഷ്യമായി മാറിയിട്ടുണ്ട്. CPIയെ അവഗണിക്കില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി നൽകിയ ഉറപ്പ് പോലും പാലിക്കപ്പെടാതെ വന്ന സാഹചര്യത്തിൽ പറഞ്ഞു പറ്റിച്ചതിന്റെ കടുത്ത അതൃപ്തിയാണ് പാർട്ടിക്കുള്ളിൽ പുകയുന്നത്. വിഷയം LDFിൽ ചർച്ച ചെയ്യുമെന്ന് ഇടതുമുന്നണി കൺവീനറും CPM ജനറൽ സെക്രട്ടറിയും നൽകിയ ഉറപ്പിൽ വിശ്വസിച്ച് CPI മുന്നോട്ട് പോകുമ്പോഴും PM ശ്രീയിൽ ഒപ്പിടാനുള്ള തിരക്കിട്ട ചർച്ചകളാണ് സർക്കാർ ഡൽഹിയിൽ നടത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘം ഡൽഹിയിൽ തമ്പടിച്ച് കേന്ദ്ര ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യം സർക്കാരും CPMും CPIയിൽ നിന്ന് പൂർണ്ണമായും ഒളിച്ചുവെച്ചു. PM ശ്രീയും ദേശീയ വിദ്യാഭ്യാസ നയവും നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് CPI സംസ്ഥാന കൗൺസിലിൽ ഉൾപ്പെടെ ഉറപ്പിച്ച് വ്യക്തമാക്കിയ പാർട്ടി സംസ്ഥാന നേതൃത്വമാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. തൃശൂർ പൂരം കലക്കൽ, ADGP MR അജിത് കുമാർ വിവാദം തുടങ്ങിയ വിഷയങ്ങളിൽ പാർട്ടി CPMന് അടിയറവ് പറഞ്ഞുവെന്ന അണികളുടെ വിമർശനത്തിന് മറുപടിയായി നേതൃത്വം പറഞ്ഞിരുന്നത് PM ശ്രീയിലെടുത്ത കടുത്ത നിലപാടാണ്. എന്നാൽ PM ശ്രീയിൽ കൂടി സർക്കാർ ഒപ്പുവെച്ചതോടെ എല്ലാ പ്രതിരോധവും തകർന്നടിഞ്ഞ് ഉത്തരം മുട്ടുന്ന നിലയിലാണ് CPI എത്തി നിൽക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാതെ തന്നെ PM ശ്രീയിൽ ഒപ്പിട്ട് ഫണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെയും സർക്കാരിന്റെയും വാദം ഒരു ഘട്ടത്തിലും CPI മുഖവിലേക്ക് എടുത്തിട്ടില്ല. പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടെ ധാരണാപത്രം അനുസരിച്ച് 2020 ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് പൂർണ്ണതോതിൽ നടപ്പാക്കേണ്ടി വരുമെന്ന് പദ്ധതി രേഖയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ആദ്യ ഉപാധിയായി പറയുന്നത് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ മുഴുവൻ നിബന്ധനകളും നടപ്പാക്കണമെന്നാണ്. വ്യവസ്ഥകൾ ഭാഗികമായി നടപ്പാക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് എത്രത്തോളം പ്രായോഗികമാണെന്ന സംശയമാണ് CPI ഉന്നയിക്കുന്നത്.